പ്രധാന മാലാഖമാരുടെ തിരുനാൾ. ദൈവത്തിന്റെ അശരീരികളായ സന്ദേശവാഹകരാണ് മാലാഖമാർ. ദൈവത്തിന്റെ ആദ്യ സൃഷ്ടി. മാറി മാറി കാഹളം മുഴക്കുന്ന 7 ഗണം മാലാഖമാരെ കുറിച്ച് വെളിപാടിന്റെ പുസ്തകത്തിൽ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നാം വായിക്കുന്നു. തോബിത്തിന് മുമ്പിൽ റഫായേൽ സ്വയം പരിചയപ്പെടുത്തുന്നു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനാണ് ഞാൻ. എന്നാൽ 7 മാലാഖമാരെ ശക്തിക്കനുസരിച്ച് 3 വൃന്ദങ്ങളായി തിരിച്ചിരിക്കുന്നു. ഒന്നാം വൃന്ദത്തിൽ സ്രോപ്പേന്മാർ, സെറാഫുകൾ, കെരൂബുകൾ, സിംഹാസനങ്ങൾ എന്നിവയും. രണ്ടാം വൃന്ദത്തിൽ ഭക്തിശാലികൾ, ശക്തികൾ, ബലവത്തുക്കൾ എന്നിവയും. മൂന്നാം വൃന്ദത്തിൽ പ്രധാനികൾ, രേശു മാലാഖമാർ എന്നിങ്ങനെ 7 തരം തിരിച്ചിരിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന 3 പ്രധാന മാലാഖമാരാണ് മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ. മിഖായേൽ ദൈവത്തെ പോലെ ആരുണ്ട് എന്നർത്ഥം. വെളിപാടിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 7-ൽ ലൂസിഫറിനെ മിഖായേലും സഹദൂതന്മാരും തോൽപ്പിച്ചതായി കാണുന്നു. ദാനിയേൽ 10:13-ലും 12:1-ലും യൂദയുടെ ലേഖനത്തിലും മിഖായേലിനെ കുറിച്ച് നാം വായിക്കുന്നു. അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണശേഷം വിശാലമായ സാമ്രാജ്യം 4 വിഭജിച്ചു കൊടുക്കുമെന്ന അറിയിപ്പ് നൽകുന്നതും മിഖായേൽ മാലാഖയാണ്. ഗബ്രിയേൽ ദൈവത്തിന്റെ ശക്തൻ. ദൈവത്തിന്റെ സന്ദേശവാഹകനും കൂടിയാണ് ഗബ്രിയേൽ. സ്നാപകന്റെ ജനനവാർത്ത, രക്ഷകന്റെ ജനനവാർത്ത, ജോസഫിന്റെ സംശയം ദൂരീകരിക്കൽ, ഈജിപ്ത് പാലായനം, തിരിച്ചുവരവ്, ഗത്സമനിയിൽ രക്തം വിയർത്തപ്പോൾ ആശ്വസിപ്പിച്ചതൊക്കെ ഗബ്രിയേൽ മാലാഖയാണ്. റഫായേൽ എന്നാൽ ദൈവം സുഖപ്പെടുത്തി എന്നാണ് അർത്ഥം. ബേഥസ്ദാക്കുളം ഇളക്കിയിരുന്ന ദൂതൻ റഫായേലാണെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതോടെ മാലാഖമാരെ അവന്റെ സംരക്ഷകരും മിത്രങ്ങളുമായ ദൈവം നിയോഗിച്ചു. നിങ്ങൾ എത്ര ദുർബലരും ശക്തിഹീനരുമായാലും ഇവരുടെ രക്ഷാകരങ്ങളിൽ നാം സുരക്ഷിതരാണ്. ഒട്ടും ഭയപ്പെടേണ്ടതില്ല എന്നാണ് വിശുദ്ധ അംബ്രോസ് പറഞ്ഞിരിക്കുന്നത്. അവർ നമ്മുടെ അയോഗ്യതകൾ യോഗ്യതകളാക്കി മാറ്റും. നമ്മെ മാലാഖമാരുടെ മിത്രങ്ങളാക്കിയിരിക്കുന്നത് അവരുടെ മാതൃകയിൽ നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് മിത്രമാകാനും സംരക്ഷണമാകാനുമാണ്.